ഇനി വെളിവില്ലാത്തവളെ ഒന്നേപ്പോ എന്റെ മാല കൊണ്ട് പത്രത്തിനകത്താണ് ഒളിപ്പിക്കുന്നത്. അത് വല്ല അരിപ്പാട്ടക്കത്തവും മറ്റേ മുളകുപാട്ടക്കത്തവും ഉണ്ട്. അവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോണ്ട് പോകൂലേ? പത്രക്കെട്ടിനകത്തോണ്ട് ഞാൻ എടുത്തില്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്ക്, എന്റെ മാല എനിക്ക് ഇപ്പൊ വേണോന്ന്. എനിക്കതല്ല, എന്റെ ദൈവമേ, 1.5 ലക്ഷം രൂപയുടെ മുതലാണല്ലോ 200 രൂപ മേടിച്ച് അങ്ങോട്ട് കെട്ടിയേപ്പിച്ചത്. ഇവിടെ നിന്ന് പുറകോർക്കാന്ന് പോയി മേടിച്ചിട്ടാണ് എന്റെ മാല. എനിക്ക് ദേഷ്യം കേട്ടിട്ടുണ്ടല്ലേ? അതിനകത്ത് മാല ഉണ്ടെന്ന് ആ പുള്ളിക്കാരൻ അറിഞ്ഞാൽ അതും അടിച്ചു മാറ്റി നമുക്ക് തരത്തില്ല. പിന്നെ എന്ത് ചെയ്യും? പണി ചെയ്യാം, നീ ബഹളം ഉണ്ടാക്കാം, ഞാനൊരു നയത്തിൽ അതങ്ങ് മേടിക്കാം. നിങ്ങൾ പോയി മേടിച്ചേ ചില്ലി. മോഹനൻ സാറേ, മോഹനൻ സാർ. അല്ല, നീ ആദ്യം എന്നെ മോഹന സാറെന്നല്ല വിളിച്ചത്. എടാ നീ നാറിയെന്നല്ലേ നീ എന്നെ ആദ്യം വിളിച്ചത്? അല്ലടാ, ഒരു തമാശക്ക് വിളിച്ചതല്ലേ? ഇത്രയും നേരം ഷോ കാണിച്ചിട്ട് കയറി വന്നേക്കണ. പുള്ളിയുടെ മൂടി ശരിയല്ലേ, ബാ പോകാം. ബഹളം ഉണ്ടാക്കില്ല, ഞാൻ പോകാം. സാറേ, ആദ്യം ഞാനൊരു പത്രക്കെട്ട് തന്നിട്ട് ഒരു 200 രൂപ ഇങ്ങോട്ട്